അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്ന സ്വഹാബ, യാ റസൂലല്ലാഹ്, ഈ നരകത്തിനെ പറ്റി കേട്ടപ്പോ ഉള്ളവല്ലാത്ത ഭയപ്പാടാണ്. എങ്ങനെ മരിക്കുമെന്നറിയില്ല. ഈ ഇരിക്കുന്ന വാപ്പമാർക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ മരിക്കുമ്പോ സുജൂദിലായി മരിക്കാൻ നമുക്ക് കൊതിയുണ്ടല്ലോ. നമ്മൾ മരിക്കുമെന്നെന്ത് ഉറപ്പാണുള്ളത്? അല്ലാഹുവേ, ഞങ്ങൾ എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും പടച്ചവരെ ഞങ്ങൾക്ക് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, മരണം എപ്പോഴാണ് വരികയെന്നറിയില്ല. ഇന്നിവിടെ പ്രഭാഷണം നടത്താനുള്ളത് ഷമീർ ദാരമി ഉസ്താദാണ്. ഉസ്താദിന്റെ കുടുംബം ഇവിടെ പ്രസംഗിക്കാൻ ഉസ്താദ് ഡേറ്റ് കൊടുത്തു. പക്ഷേ കുടുംബത്തിലൊരു മരണം നടന്നു. ഉസ്താദ് നിശ്ചയിച്ചതല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. മരണം എപ്പോഴും ഒരു അതിഥിയെ പോലെ കടന്നു വരുമല്ലോ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ആ മരണത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അല്ലാഹുവേ, പടച്ചവനെ, ഏണിയാടി പള്ളിയില് എത്ര ദിവസം വഅള് വെച്ചാലും ഒരു മനുഷ്യനും നന്നായി കൊള്ളണമെന്നില്ല. ഒരായുസ് മുഴുവൻ ഷഫീഖ് ബദ്രി വഅള് പറഞ്ഞാലും നന്നായി കൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 18ാമത്തെ വയസ്സ് മുതലാണ് പ്രഭാഷണത്തിന് പോകുന്നത്. ഇപ്പോൾ വയസ്സ് 33 വയസ്സായി. ഈ വർഷത്തിനിടയിൽ എത്രയോ സ്ഥലങ്ങളിലാണ് വിനീതം പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. എത്രയോ വർഷം പ്രഭാഷണം നടത്തിയാൽ കാര്യമില്ല. കാരണം എന്താ? നബി തങ്ങൾ പറഞ്ഞത് കഫാ ബിൽ മൗതി വാഇലാ, കഫാ ബിൽ മൗതി വാഇലാ. ഒരു മനുഷ്യന് നന്നാകാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രഭാഷകൻ ആരെന്നറിയോ? ഏറ്റവും വലിയ പ്രസംഗം ഏതെന്നറിയോ? അത് മരണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു എളുപ്പ വഴിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, ഒരേ ഒരു എളുപ്പ വഴിയാണ്. അതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയാ, അവന്റെ കണ്ണിൽ നിന്ന് പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീര് വരല. മിസ്ലു റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു ഈച്ചയുടെ തലയുടെ അളവ് വാപ്പാ നമ്മുടെ കണ്ണിൽ നിന്ന് കരയേണ്ടി വന്ന, അൽഹംദുലില്ലാഹ്, വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം 24 മണിക്കൂർ ഏണിയാടി പള്ളിയുടെ അകത്തിരുന്ന് കരയണമെന്നില്ല. റമളാൻ മുഴുവനും കരയണമെന്നില്ല. പിന്നെയോ നബി തങ്ങൾ പറഞ്ഞു, മിസ്ലു റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാ. അല്ലാഹനെ ഓർത്ത് സിനിമ കണ്ടിട്ടല്ല, സീരിയല് കണ്ടിട്ടല്ല, കാമുകി തേച്ചിട്ട് പോയിട്ടിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ അല്ലാഹനെ ഭയപ്പെട്ട് ഒരു ഈച്ചയുടെ തല. ഈച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈച്ച എന്ന് പറഞ്ഞാൽ തിരിയില്ലേ? പല നാട്ടില് പല ഭാഷയാണ്. ഈച്ച തിരിയൂലേ? ആ ഈച്ചയുടെ തലയുടെ അളവ് ഒരു മനുഷ്യൻ കരഞ്ഞാൽ അവന് നാളെ പടച്ചവന്റെ നരകം നിഷിദ്ധമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടതെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു തുള്ളി കണ്ണുനീര്, അതിന്റെ വില, അത് നരകത്തിന്റെ തീയെ കെടുത്തിക്കളയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും വായിൽ വരുന്നൊരു പദമുണ്ട്. ആരാണ് അബൂബക്കർ തങ്ങൾ? അല്ലാഹുവേ, ചരൽ കല്ലെടുത്ത് കഴുകിയിട്ട് അത് വായിലേക്ക് ഇടുകയാ. എന്നിട്ട് എന്തിനെന്നറിയോ? അല്ലാഹുവേ, അറിയാതെ എങ്ങാനും ആളുകളുടെ കുറ്റം പറയാതിരിക്ക, നാവ് കൊണ്ട് ഹറാമ് പറയാതിരിക്ക. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടക്കുമായിരുന്നു. അത്രയും അല്ലാഹനെ ഭയപ്പെട്ടു പോയ അബൂബക്കർ തങ്ങളതാ സുബ്ഹാനല്ലാഹ് പാടുമായിരുന്നു. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഈ രണ്ടു വരി ബൈത്തുണ്ടല്ലോ, ആരാണോ അധികം
അധികമാക്കുന്നത്. അവന് നരകം ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇത് തൗബയുടെ പദമോ. ഈ 1.5-2 മണിക്കൂർ ഏണിയുടെ മക്കാമിന്റെ പരിസരത്ത് തടിച്ചുകൂടി ജനസാഗരത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാ അള്ളാന്റെ നരകം നമുക്ക് ഹറാമാകാ. അള്ളാഹു നമുക്ക് ഈമാനോടെ മരണം തരാ, തൗബയോടുകൂടി മരണപ്പെടാ. അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെ ജീവിതത്തിലൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. പടച്ചവനേ അല്ലാഹുവേ, ഈ ദുനിയാവിൽ ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് പറഞ്ഞതാരാ? അത് മഹാനായ അബൂബക്കർ തങ്ങളാ. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, ഒന്നാമത് അല്ലാഹുവിന് വേണ്ടി കരഞ്ഞ കണ്ണുകളാ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹറാമിൽ നിന്ന് അടച്ചു പിടിച്ച കണ്ണുകളാ. ഒരു ഹറാമ് കാണുമ്പോ വീണ്ടും നോക്കലല്ല. ഇന്ന് സോഷ്യൽ മീഡിയകൾ സജീവമാ, ഇന്റർനെറ്റുകൾ ഇന്ന് സജീവമാ, അത്യാധുനിക സംവിധാനങ്ങൾ സജീവമാ. അടുക്കളയിൽ പോലും ബെഡ്റൂമിൽ പോലും ലോകത്തിന്റെ വിവരങ്ങളെല്ലാം രഹസ്യങ്ങളെല്ലാം എത്തുന്ന കാലമാ. ആ സമയത്ത് ഹറാമിൽ നിന്ന് കണ്ണടച്ചു കളഞ്ഞാൽ നബി തങ്ങൾ പറയുന്ന സതറല്ലാഹു അലന്നാർ, നരകമവന് നിഷിദ്ധമാ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളാ എന്ന് പറഞ്ഞ പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഒന്നെഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കുന്നവരുണ്ടോ? അവർക്കും നാളെ നരകം നിഷിദ്ധമാ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പാതിരാത്രി നമസ്കരിക്കുന്നവര്, പാതിരാത്രി ഇഅ്തികാഫിരിക്കുന്നവര്, പാതിരാത്രി ഖുർആൻ ഓതുന്നവര്, പാതിരാത്രി ദിക്ർ ചൊല്ലുന്നവര്, മദീന പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂല് ജനാസ നമസ്കാരത്തിന് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യന്റെ അമലുകളൊന്നും അറിയില്ല, ഒരു നന്മ പോലും ഇല്ല നബിയേ, സ്വതക്ക കൊടുക്കൂല, ഖുർആൻ ഓതൂല, ഒരു സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് നമസ്കരിക്കാതെ മാറി നിൽക്കുകയാ. ജനാസ മസ്ജിദുൻ നബവിയിലുണ്ട്. ആ സമയത്ത് മദീന പള്ളിച്ചകത്തിരുന്ന് ഒരു സ്വഹാബി വിളിക്കുന്നു, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ. എന്തെന്നറിയോ? ഈ മനുഷ്യൻ നമസ്കരിക്കുവോ ഇല്ലേ എന്നെനിക്കറിയില്ല, ഖുർആൻ ഓതുവോ ഇല്ലേ എന്നെനിക്കറിയില്ല. പിന്നെയോ, ഒരു ഇസ്ലാമിന്റെ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ കടന്നു പോകുമ്പോ ഒരു മൈതാനത്തിൽ, ഒരു മരുഭൂമിയിൽ ഞങ്ങൾ ടെന്റടിക്കുകയാ. ഞങ്ങൾ ക്ഷീണം കാരണം അറിയാതെ ഉറങ്ങിപ്പോയി. പക്ഷേ ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ ഉറങ്ങിയില്ല നബിയേ. അവന്റെ ആയുധം കൊണ്ട് ഞങ്ങൾക്ക് കാവല് തന്നു. അന്നത്തെ ഉറക്കമുണ്ടല്ലോ, ആ ഒരു അമൽ എനിക്കറിയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാ, വഹുവ ഫീ സബീലില്ലാഹ്. പെങ്ങളെ, പാതിരാത്രി ഗൾഫിൽ നിൽക്കുന്ന വിദേശത്തുള്ള ഭർത്താവിനെ വഞ്ചിച്ച്, ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ച് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അന്യ പെണ്ണിനോട്, അന്യ പുരുഷന്മാരോട് നിന്റെ ജീവിതത്തിന്റെ നന്മസികമായ നിമിഷങ്ങൾ പാഴാക്കുന്ന ഉറക്കമൊഴിച്ചിലല്ല, വീഡിയോകൾ കാണുന്ന ഉറക്കമൊഴിച്ചിലല്ല, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ഉറക്കമൊഴിച്ചിലല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, ദഖലൽ ജന്ന എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയ, അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയ ഈ നരകം രക്ഷപ്പെടാൻ, കത്തിയാളുന്ന നരകത്തെ കാവല് കിട്ടാൻ, ഈമാനോടെ മരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ അള്ളാഹനെ ഓർത്ത് കരയാൻ കഴിയണമെന്നുള്ളതാണ്.